വയനാട് പുൽപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കടുവ ഇറങ്ങി. കളപ്പുരയ്ക്കൽ ജോസഫിന്റെ 1.5 വയസ്സ് പ്രായമുള്ള 2 പശുക്കളെ ആക്രമിച്ചു കൊന്നു. വനംവകുപ്പ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നു. കഴിഞ്ഞ ദിവസം കൊളവള്ളിയിൽ കടുവ ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇന്ന് പകൽ 12:30 കൂടിയിട്ടാണ് ജോസ് കളപ്പുര എന്ന് പറയുന്ന ആള് പറമ്പിൽ മേയാൻ വിട്ട 2 പശുക്കിടാവിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ക്യാമറകൾ സ്ഥാപിച്ച് ഈ കടുവയെ നമ്മുടെ ജനവാസ കേന്ദ്രത്തിലേക്ക് കയറുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ കൂടുകൾ വെച്ച് പിടിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, വീണ്ടും കടുവ ആക്രമണം പുൽപ്പള്ളിയിൽ എന്നതാണ് ഇപ്പോഴത്തെ വാർത്ത. കഴിഞ്ഞ ഏതാണ്ട് 1 മാസക്കാലമായി തെരഞ്ഞെടുപ്പ് സമയത്തൊന്നും ഇത്തരം വാർത്തകൾ പുറത്തു വന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, വീണ്ടും കടുവ ആക്രമണം. ഈ വിഷയമടക്കം തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ ചർച്ചയായതുമാണല്ലോ. വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും പ്രജിൻ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനിടയിലെല്ലാം തന്നെ ഇത്തരം വിഷയം പങ്കുവെക്കാറുണ്ടായിരുന്നു, സഹപ്രവർത്തകരുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കടുവ ശല്യമോ മറ്റു ശല്യമോ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ബാലറ്റ് പെട്ടിയിലായി, വീണ്ടും കടുവ ഇറങ്ങിയിരിക്കുന്നു, 2 പശുക്കളെ കൊന്നിരിക്കുന്നു. പുൽപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:00 ഇത് സംഭവിക്കുന്നത്. ഈ സീതാമൗണ്ടിനടുത്തുള്ള പ്രദേശമാണ് ഇത്. കൊളവള്ളി എന്നുള്ളതാണ് പ്രദേശം. അതായത് കർണാടക വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ്. കന്നാരംപുഴ എന്ന് പറയുന്ന ഒരു പുഴ കബനിയിലേക്ക് ഒഴുകുന്ന ഒരു പുഴയുണ്ട്. ആ പുഴയുടെ ഒരു ഭാഗം കേരളം ജനവാസ മേഖലയാണ്, മറുഭാഗം കർണാടകയുടെ ബന്ദിപ്പൂർ വനമേഖലയുടെ ഭാഗമായ പ്രദേശമാണ്. അവിടെ ഈ തോട്ടത്തിൽ കെട്ടിയിട്ട പശുക്കളായിരുന്നു ഇത്. ജോസഫ് ഈ സമയം അടുത്തു തന്നെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം ജോസഫ് വെള്ളം നൽകാനായി ഇതിനെ താഴേക്ക് പുഴയിലേക്ക് വിടുകയായിരുന്നു. ആ വിടുന്ന ഘട്ടത്തിലാണ് കടുവ ഇറങ്ങി വരികയും ആക്രമിക്കുകയും ചെയ്തത്. ഇത് ജോസഫ് കാണുന്നുണ്ടായിരുന്നു. ആക്രമിച്ച ഘട്ടത്തിൽ ഇദ്ദേഹം ബഹളം വെച്ചതോടുകൂടി ഒരു പശുവിനെ വിട്ട് അടുത്ത പശുവിനെ കടുവ പിടിച്ചു. 2 പശുക്കളും ചാവുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം ഇത് പുഴ കടന്ന് അപ്പുറത്തെ ഈ കർണാടക വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ആ ഭാഗത്തേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. ഇതോടെ കേരളത്തിലുള്ള ഈ ജനവാസ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. ഇതിനുശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വിവരമറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ഇതിൻ്റെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങൾ നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ വനംവകുപ്പ് നടക്കുന്നത്. അത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 1 മാസം മുമ്പ് ഇതിൻ്റെ സമീപ പ്രദേശമായ കബനിഗിരി ഗൃഹനൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വീടിനോട് ചേർന്ന തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെ കടുവ കൊന്നിരുന്നു. അതോടൊപ്പം തന്നെ ഈ തൊട്ടടുത്തുള്ള സീതാമൗണ്ടിലെ കൃഷിയിടത്തിലും കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു. കഴിഞ്ഞ ജനുവരി മാസം ഈ കൊളവള്ളി കബനിക്കരയിൽ മേയുകയായിരുന്ന ആടിനെയും പശു പിടിച്ചു കൊണ്ടുപോയിരുന്നു. ആടിനെയും കടുവ പിടിച്ചു കൊണ്ടുപോയിരുന്നു. ഈ ജനവാസ മേഖലയിൽ വീണ്ടും ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം വീണ്ടും ഉണ്ടായ സാഹചര്യത്തിൽ വലിയ ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. ഇതിനെ കെണിവെച്ച് പിടികൂടാനുള്ള നീക്കം ഉണ്ടാകണമെന്നുള്ളതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത്. കാരണം ക്ഷീരമേഖലയാണ്, കർഷകർ ധാരാളമുള്ള മേഖലയാണ്, പശു വളർത്തലാണ് പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. അതുകൊണ്ട് തന്നെ ഇതിനെ കെണിവെച്ച് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. 3 ക്യാമറകൾ സ്ഥാപിക്കാനുള്ള ശ്രമം വനംവകുപ്പ് നടത്തുന്നുണ്ട്. ഇതിനുശേഷം നിരീക്ഷിച്ച ശേഷം ഈ കടുവ വീണ്ടും ജനവാസ മേഖലയിലേക്ക് വരുന്ന സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായും കൂടുവെക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് നൽകിയ ഉറപ്പ്. പ്രജിൻ. സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ചൂടേറി വരുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ 3 നാൾ ഉൾപ്പെടെ കൂട്ടത്തോടെ കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വയനാട്ടിലെ പുൽപ്പള്ളിയിൽ നിന്നും കടുവ ഇറങ്ങിയെന്ന വാർത്ത പുറത്തുവരുന്നത്.